അൽഹംദുലില്ലാ അങ്ങനെ ജസ്റ്റിന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രമാണ് സമൂഹത്തിന്റെ മുന്നിൽ ഇതുപോലൊരു വീഡിയോസ് എത്തിച്ചു കൊടുക്കാൻ പറ്റിയതും എന്റെ മോൻ അതുവഴി ഇങ്ങനെ തിരിച്ചു വന്നതും ഇപ്പൊ എനിക്ക് ഒരുപാട് കടമയുണ്ട് ജസ്റ്റിനോട്. അതല്ല, നമ്മൾ എന്താ വെച്ചാല് ഇതുപോലെ ആരും പറയാൻ മുതിരൂല. സ്വന്തം മക്കളെ കാര്യമാകുമ്പോ പ്രത്യേകിച്ച് ഒരു ഉമ്മയോ ഒരു അമ്മയോ തുറന്നു പറയൂല. സ്വന്തം മകൻ, വീടിന് നാഥനായി നിൽക്കേണ്ട മകൻ സ്വന്തം ഉമ്മയെ കയറി പിടിക്കുക, അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുക, നാടിനും വീടിനും ഒരു ഗുണവും ഇല്ലാതെ വൃത്തികേടുകൾ മാത്രം കാണിച്ച് നടക്കുക. ഈ ഒരു കാര്യത്തെ കുറിച്ച് ജസ്ന ഈ ഒരു പുറം ലോകത്തേക്ക് എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ അല്ലെ. ആ ഉമ്മ മുഖം കാണിച്ചില്ല, കാണിക്കാൻ കഴിയില്ല, അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഉമ്മാക്കുണ്ടായ ഒരു ദുരനുഭവം ഒരു മനുഷ്യനും ഉണ്ടാവരുത്, മറ്റുള്ള ആളുകളുടെ മക്കൾക്കും അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഉമ്മ വീഡിയോ ചെയ്യുന്നത്. 2019 അല്ലെങ്കിൽ ആ കൊറോണ വരുന്ന സമയം വരെ ആ പയ്യൻ നല്ല കൃത്യമായിട്ട് ദർസിനൊക്കെ പോയിരുന്ന, പള്ളിയിൽ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്ന, പിന്നീട് അങ്ങോട്ടാണ് വീട്ടിനകത്തിരുന്ന് പിന്നീട് ഏതോ ഒരു ദിശയിലേക്ക് കുട്ടി വഴിപിഴച്ചു പോയി. പിന്നീട് അങ്ങോട്ട് കയ്യിൽ നിന്നും പോയി ലഹരി ഉപയോഗം തുടങ്ങി. സ്വന്തം ഉമ്മായ പോലും കയറി പിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ആ പയ്യൻ തിരിച്ചു വന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ്. പക്ഷെ എനിക്ക് ആ വാർത്ത ഒരു സന്തോഷത്തിലുപരി ഒരു ഞെട്ടലും ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ട്. അവൻ എത്രത്തോളം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഉമ്മയുടെ വാക്കുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. അതിന്റെ ശേഷം അൽഹംദുലില്ലാ മോന് ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ജസ്റ്റിനെ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ബാംഗ്ലൂരാണെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അവന്റെ ആദ്യത്തെ ഓണറൊക്കെ പോയിട്ട് കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം അവരൊപ്പമാണ് ഉള്ളത് കുട്ടി. ഇപ്പൊ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് എനിക്ക് പിന്നെ വീഡിയോസിന്റെ കാര്യം കൂടുതലായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയൊക്കെ വിളിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എന്ന് നല്ലത് മാത്രം, എല്ലാ മക്കൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അവൻ തിരിച്ചു വന്ന് പിന്നെ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ടിട്ട് വേറെ മാറി പോയാലോ, നമ്മൾ അങ്ങനെയും പേടിക്കണമല്ലോ. തീർച്ചയായിട്ടും ബാംഗ്ലൂർ പോലെയുള്ള സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപരിപഠനത്തിന് പോകുന്ന പല കുട്ടികളും തിരിച്ചു വരുന്നത് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരേ ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു ജനറേഷൻ വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏതൊരു ഉമ്മയും ഉപ്പയും ഒക്കെ പേടിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ പയ്യൻ ഓടി ഒളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയെ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ സമീപിച്ചതും ഉമ്മ അതും കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസുകാരെ അറിയിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവന്റെ കയ്യിൽ നിന്നും പല രീതിയിലുള്ള സിന്തറ്റിക് ആയിട്ടുള്ള മറ്റു സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ആ ഒരു സമയത്ത് അറിയുമ്പോഴാണ് ഇവ മുങ്ങുന്നതോ അതിലും മാരകമായിട്ടുള്ള പേടിക്കേണ്ട ഒരു സിറ്റിയിലേക്കാണ് പോയിട്ടുള്ളത്. കർണാടകയിലേക്കാണ് പോയിട്ടുള്ളത്, ബാംഗ്ലൂരിലേക്കാണ് പോയിട്ടുള്ളത്. അവിടെ തെരുവീതികളിൽ പോലും വളരെ മോശപ്പെട്ട രീതിയിൽ ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളൊക്കെ നിങ്ങൾ നോക്കിയാൽ തന്നെ, വീക്ഷിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. ഉപരിപഠനത്തിന് പോയ പല മക്കളും തിരിച്ചു വരുന്നത് ഒരുപാട് ലഹരിക്ക് അടിമയായിട്ടാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഈ ഒരു ജനറേഷനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്തിട്ടും കാര്യമില്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ ജനറേഷനിൽ കുറച്ചും കൂടുതൽ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്, നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ എൻ്റെ നാട് എടപ്പാളാണ്. എടപ്പാളിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എന്നും വാർത്തയിലും കാണുന്നതാണ്. അപ്പൊ മകൻ തിരിച്ചു വന്നു എന്നുള്ള വാർത്ത എനിക്കും സന്തോഷമുള്ളതാണ്. എന്നാൽ ഒരു ഭയപ്പാടും എനിക്കുണ്ട്. നമ്മളടുത്തൊക്കെ ചെയ്തത് അവന്റെ ആ ഒരു വിവരദോഷവും അവന്റെ ആ ഒരു ലഹരിക്ക് ഒരു ഇതായിട്ടുള്ള ഒരു ഇതാണ്. അല്ലാതെ ഇപ്പൊ ഒരു ഉമ്മനോടും ഒരു കുട്ടികളും അങ്ങനെ ചെയ്യൂലല്ലോ. അപ്പൊ അൽഹംദുലില്ലാ കുട്ടി എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട്. എന്റെ അടുത്ത് എത്തിയിട്ടില്ലെങ്കിലും എനിക്ക് മനസമാധാനമുള്ള ഒരു സ്ഥലത്ത് കുട്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു ഉമ്മയോടൊരു മകൻ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല, ഇങ്ങനെ സമീപിക്കില്ല എന്നൊക്കെ നമുക്കറിയാം. ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടാകാം അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ 15 വയസ്സുള്ള ഒരു പയ്യൻ ഒരു ഉമ്മയെ പ്രഗ്നന്റ് ആക്കിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഉമ്മക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഉറക്ക ഗുളിക കൊടുത്ത് അവരെ ലൈംഗികമായി ഉപയോഗിച്ച് അങ്ങനെ സ്ത്രീ പ്രഗ്നന്റ് ആയ ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നിരന്തരം അത്തരം വാർത്തകൾ കേൾക്കുന്നുണ്ട്. പെങ്ങന്മാരോടുമായിട്ടുള്ള ഇത്തരം ബന്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമല്ല, ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട്. ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥയെ കുറിച്ചിട്ട് പറയേണ്ടതായിട്ടില്ലല്ലോ. അൽഹംദുലില്ലാ തിരിച്ചു വന്നു. നല്ല രീതിയിൽ തന്നെ ആ പയ്യനൊരു കൗൺസിലിംഗ് കാര്യങ്ങളും കൊടുത്ത് അതിൽ നിന്ന് മുക്തി നേടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. അത് കഴിഞ്ഞ് ആ ചെക്കന് എന്താണോ ആഗ്രഹമുള്ള ആ ഫീൽഡിലേക്ക് തന്നെ വിടുക. കാരണം നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഇതിലേക്ക് പോകും. അതുകൊണ്ടാണ്
ഉമ്മ അവൻ വീട്ടിലേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞോ? ഇൻഷാല്ല തിരിച്ചു വരാം. അവര് നല്ലൊരു മനുഷ്യനായിട്ട് വന്നാലേ ഞാൻ സ്വീകരിക്കുകയും ചെയ്യുള്ളൂ. അവനൊരു നല്ല മനുഷ്യനാവാന്ന് ഓണറോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതിൽ നിന്നൊക്കെ മാറണം. ഒരു പക്ഷെ എന്റെ കണ്ണീര് കണ്ടിട്ടാവാം. അപ്പം അതും പഠിച്ചവന്റെ കലാകാണല്ലോ. മനസ്സ് മാറി ചിന്തിക്കാനുള്ള ഒരിതും അള്ളാഹുവിന്റെ കലാകാണല്ലോ. ഒരുപാട് പേര് ദുആയും ചെയ്തിട്ടുണ്ട്. ആരുടെയെങ്കിലും ഒരു ദുആയും എനിക്ക് തണലായിട്ടുണ്ടെങ്കിൽ എന്റെ മോൻ തിരിച്ചു വരട്ടെ. വന്നാലും അവനൊരു മനുഷ്യനായിട്ട് ആദ്യത്തെ ഒരു മോനായിട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കും. ഇൻഷാ അല്ലാഹ് ആ കുട്ടി നല്ല രീതിയിൽ തന്നെ വരട്ടെ. ഈ ലഹരിയോടുള്ള അഭിരുചി അത് ഒഴിവാവട്ടെ. ലഹരിയിൽ നിന്നും മുക്തി നേടട്ടെ. അവൻ കൃത്യമായിട്ട് ദൈവഭക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. അല്ലാത്ത പക്ഷം എനിക്കവിടെ വന്നതിന് ശേഷം വീണ്ടും പഴയ പോലെ ആകാം എന്നുള്ള ധാരണയിലാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വീട്ടിലേക്ക് അടുപ്പിക്കുന്നതിന് മുന്നേ, അങ്ങനെ തന്നെ പറയണം, വീട്ടിലേക്ക് അടുപ്പിക്കുന്നതിന് മുന്നേ ആദ്യം കൗൺസിലിംഗ് കൊടുക്കുക. ഒരു 6 മാസം ക്ലാസ്സും കോഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് പൂർണ്ണതയിലേക്ക് എത്തണം. എല്ലാതും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീടും കയ്യിൽ നിന്ന് പോകും. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ ഓരോ ചികിത്സക്ക് കൊണ്ടുപോയി 2-4 മാസം അല്ലെങ്കിൽ 5-6 മാസം കിടന്ന് തിരിച്ചു വന്ന് നന്നാവും. വീണ്ടും ഒരു കൊല്ലം കഴിയുമ്പോഴത്തേന് വീണ്ടും കയ്യിൽ നിന്ന് പോകും. അപ്പൊ ഒരു തവണ ഇത് ഉപയോഗിച്ച ആളുകൾ വീണ്ടും അതിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ഉമ്മയെ വളരെ മോശപ്പെട്ട രീതിയിൽ ഈ പയ്യൻ സമീപിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളൊരു ഭയത്തിന്റെ പുറത്താട്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരിക്കലും അവൻ നാശമാവണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കുക, നന്നാവണേ എന്ന് തന്നെയാണ്. നമ്മളിതിങ്ങനെ തുറന്നു പറയണത് ഒരിക്കലും ഒരു കുട്ടിയെ അങ്ങനെ ഒരു വലിയ കണ്ണോടെ കാണാനോ അല്ലെങ്കിൽ നമുക്കത് ചിന്തിച്ചിട്ട് നമുക്ക് ഇമോഷണലി നമ്മൾ മെന്റലി പ്രശ്നം ഇങ്ങനെ വരാനോ അല്ല. അവര് പറഞ്ഞ സത്യമാണ്. എന്റെ മോനെ സംബന്ധിച്ച് രാത്രി ഫുഡ് എല്ലാം കൊടുത്ത് കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അപ്പൊ അവന് കോള് വരും പുറത്തു പോകണം. നമുക്കിപ്പോ അന്തിക്ക് വാങ്ങിക്കൊണ്ട് വരേണ്ട ഒരു സാധനം അവ ഒരു 9 മണിക്ക് ശേഷമേ പുറത്തു പോവുള്ളൂ. പിന്നെ നമ്മൾ എവിടെ താമസിച്ച് വന്നാൽ അത് അങ്ങനെ എങ്ങനെയെന്ന് ഓരോ ന്യായങ്ങൾ പറയും. നമുക്കിപ്പോ കുറച്ച് മുതിർന്നു കഴിഞ്ഞാല് നമുക്ക് പറയണേന് ഒരു പരിധിയുണ്ട്. പ്രത്യേകിച്ച് ആൺകുട്ടികള് ഇന്നത്തെ കാലത്തില് തിരിച്ച് നമ്മളോടൊന്ന് പറയില്ലെങ്കിൽ നമ്മളെ തല്ലാൻ വന്നാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പരിമിതികളും ഉണ്ടാവും. പക്ഷെ ആ പരിമിതി മുതലെടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ശരിയാണ്. നമ്മളിപ്പോ വീട്ടിൽ നമ്മളെ മക്കളെ വളർത്തുമ്പോ ഇപ്പൊ സ്വാതന്ത്ര്യം വലിയ കൂടുതലാ. ഒരു പെൺകുട്ടി നിങ്ങളൊരു 6 മണിക്ക് ശേഷം വീട്ടിൽ കയറിയ ചൂല കൊണ്ടടിക്കലും വടി കൊണ്ടടിക്കലും എന്തൊക്കെ കാണിച്ചു കൂട്ടുക. ഒരു ആൺകുട്ടി 10 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഒരു ചോദ്യമില്ല. തിരിച്ചു വരെ 2 മണിക്ക് 3 മണിക്കൊക്കെ ആവും. അതും ചോദ്യം ചെയ്യില്ല. ഇപ്പൊ ടർഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലേ, രാത്രി കാലങ്ങളിൽ ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിന്റെയൊക്കെ ആദ്യം തുടക്കത്തിലൊക്കെ ഇത് പുലരാങ്കാലം വരെയായിരുന്നു. പിന്നീടാണ് പോലീസുകാർ അതിന്റെ മറവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. വീട്ടിൽ നിന്നും മക്കൾ ചാടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വഴിയായിട്ട് ലഹരി ഇത് യൂസ് ചെയ്യുന്നുണ്ട് മനസ്സിലായപ്പോഴാണ് പോലീസുകാരുടെ ഇടപെടലുകൾ നടത്തുകയും 12 മണിക്ക് ശേഷം താമസം അടയ്ക്കണം എന്നുള്ള ഒരു ഇത് വരുന്നത്. ആ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ടർഫിന്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ രാത്രിയാണ് 1 മണിക്കൊക്കെ നമ്മൾ സിനിമ വിട്ടു വരുന്ന സമയത്തൊക്കെ ചെക്കന്മാർ നിന്ന് വലിക്കുന്ന ചെറിയ പയ്യന്മാരാവും. ആ വലിയിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. ചുറ്റിലുണ്ട്. ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കേണ്ട അത്രയും ചെറിയ മക്കളൊക്കെ സിഗരറ്റൊക്കെ വലിച്ചിറങ്ങും. തുടക്കമാണ് അതൊക്കെ സിഗരറ്റ് വലിയൊക്കെ. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഓരോന്നിലേക്ക് മാറും. അതൊക്കെ നമ്മളെ വീട്ടുകാരാണ് നോക്കേണ്ടത്. ഇനി മക്കള് 18 വയസ്സിന്റെ താഴെയാണെങ്കിൽ അതിന് മുകളിലാണെന്നുണ്ടെങ്കിലും മക്കൾക്ക് നമ്മളുടെ ഒരു കണ്ണ് വേണം എപ്പോഴും മക്കളിലേക്ക്. അവര് 10 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പോകുമ്പോൾ പരമാവധി അവരെ വിടാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇപ്പൊ ഒരുപാട് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് രാത്രി കാലങ്ങളിലാണ്. ഈ ലഹരി ഉപയോഗം ഏറ്റവും കൂടുതൽ നടക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. ടർഫിന്റെ മറവിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ടർഫ് എന്ന് പറഞ്ഞാൽ ടർഫുകളുടെ മറവിലല്ല, ആ പേരും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മക്കള് വലിയ രീതിയിൽ വഴിതെറ്റി പോകുന്നുണ്ട്. അത് നമ്മളത് ഗൗരവമായിട്ടിരിക്കണം. ശരിക്കും നമുക്ക് അങ്ങനെ മക്കളിൽ സംശയങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ അതില്? ആ പാട് വേണം എങ്കിലല്ലേ. ഇപ്പൊ നമുക്കിപ്പോ എനിക്ക് ഇങ്ങനെ ഒരു മോനുണ്ട്, എന്റെ സംശയമാണല്ലോ സത്യമായത്. അമിതമായിട്ട് തന്നെ ഞാൻ വിശ്വസിച്ച് അത്രത്തോളം എന്ന് വെച്ചാൽ അത്രത്തോളം. കാരണം എന്റെ ലൈഫിന്റെ സ്റ്റോറി ഒരുപാട് വലുതാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ മക്കളായിരുന്നു എനിക്കെല്ലാം. അതുകൊണ്ട് ഞാൻ എന്റെ മൂത്ത മോനിൽ ഒരു വലിയൊരു പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പല ആൾക്കാരിപ്പം ഞാനും ജസ്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് പലർക്കും പല സംശയങ്ങളും ഉണ്ടായി. അതുപോലെ തന്നെ പല ആൾക്കാരും എന്നോട് സംശയാസ്പദമായി വന്ന് പറയുമ്പോഴും ഞാൻ എന്റെ കുട്ടിയിൽ വിശ്വാസം അർപ്പിച്ച്. പക്ഷെ അതൊന്നും തെറ്റായിരുന്നു. അവനിൽ നിന്ന് ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടി വന്നു. അപ്പൊ അതൊരു സത്യസന്ധമായ കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മക്കളെ തീർച്ചയായിട്ടും എന്തുണ്ടെങ്കിലും നമ്മൾ നല്ലതുപോലെ ഗൗരവമായിട്ട് എടുക്കണം. അത് വെറും നിസ്സാരമായിട്ട് തള്ളിക്കളയണ്ട. തീർച്ചയായിട്ടും ആ ഉമ്മക്ക് ഉണ്ടായ അനുഭവത്തെ കുറിച്ചിട്ട് അവർ കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്ക് എല്ലാവർക്കും സങ്കടം വന്നതാണ്. ഉമ്മ അത്ര കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ച കുട്ടി അവരോട് ലൈംഗികമായ രീതിയിലും അല്ലാത്ത രീതിയിലൊക്കെ മോശപ്പെട്ട രീതിയിൽ സമീപിച്ചു. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലൊരു വിഷമം വരുന്നില്ലേ? ആ ഉമ്മക്ക് എത്ര വിഷമം ഉണ്ടാവും? ആ ഒരു കുടുംബത്തിന് കുടുംബനാഥനാവേണ്ടിയിരുന്ന ഒരു പയ്യനാണ് ആ രീതിയിലേക്ക് മാറിയത്. നമ്മുടെ മക്കളെ നമ്മൾ തന്നെ നോക്കുക. പല മാതാപിതാക്കൾക്കും സ്വന്തം മക്കളോട് സംസാരിക്കാൻ തന്നെ പേടിയാണ്. അതൊക്കെ മാറണം. സുഹൃത്ത് ബന്ധം നിലനിർത്തണം മക്കളുമായിട്ട്. എന്നാൽ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് തോളത്ത് കയറി ചെവി തിന്നാനുള്ള അവസരം ആവുകയും ചെയ്യരുത്.
അതൊക്കെ നമ്മൾ കറക്റ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മക്കളെ നേർവഴിയിലേക്ക് പോകേണ്ട ഒരു പണിയില്ല. ഒരുപാട് ഉമ്മമാരും അമ്മമാരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംശയങ്ങൾ പറഞ്ഞപ്പോ തീർച്ചയായിട്ടും നമ്മളത് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. നമ്മളത് തള്ളിക്കളയണ്ട. കാരണം നമ്മൾ അവരെ എന്ത് ചെയ്യണം, അവരെ ഫോളോ ചെയ്യുക, അല്ലാതെ നമ്മൾ അവരെന്ത് ചെയ്യാണ് മോശമായിട്ട് ചിത്രീകരിക്കല്ല വേണ്ടത്. നമ്മളൊരിക്കലും നമ്മളെ കുട്ടിയെ ഇകഴ്ത്തി കാണിക്കാനല്ല ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്തത്. നമ്മളെ പോലെ ഏതെങ്കിലും ഒരു ഉമ്മമാരോ അമ്മമാരോ ഏതായിരുന്ന ഒരു അമ്മ ആവുമല്ലോ ഇങ്ങനെ അനുഭവിക്കുന്നെങ്കിൽ അവരൊന്നും അവരെ വാച്ച് ചെയ്യട്ടെ, അതുവഴി ഒരു കുട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വെച്ചാണ്. നമുക്ക് ഒരിക്കലും ഇത് ഇഷ്ടമായിട്ടല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. പക്ഷെ ജീവിതത്തിന്റെ സാഹചര്യം, ഇന്നത്തെ ലോകത്തിന്റെ പോക്ക് അങ്ങനെയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി, അത് ആണായാലും പെണ്ണായാലും, അതും പറയണല്ലോ ജസ്റ്റ്, പെൺകുട്ടികളിലും ഉണ്ട് പല തീർച്ചയായും കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയിൽ ട്രെയിനിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ ഒരു പയ്യൻ യൂസ് ചെയ്യുന്നു. ആ പെൺകുട്ടി എല്ലാത്തിനും നിന്ന് കൊടുക്കുന്നതും അത്രയും പബ്ലിക് പ്ലേസിൽ ആ പെൺകുട്ടി അതിന് വേണ്ടിയിട്ട് ഇരുന്ന് കൊടുക്കുക. അപ്പൊ പെൺകുട്ടികളിലുമുണ്ട് എല്ലാ തരത്തിലുള്ള വൃത്തികളിലും, ആൺകുട്ടികളിൽ മാത്രമല്ല. പെൺകുട്ടികളെ നമ്മളിപ്പോ എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞൊരു കാര്യം, നമ്മൾ ഉപരിപഠനത്തിന് വിടുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ നാശമായിട്ടുള്ളത്. സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് അത്ര നാശമായ കുട്ടികൾ വളരെ കുറവായിരിക്കും. പക്ഷെ എന്താ ചെയ്യാൻ, നമുക്ക് കുട്ടികളുടെ ഉപരിപഠനം വേണം, നമ്മുടെ നാട്ടിൽ അത്രയും വലുതില്ല, അതുകൊണ്ട് നമ്മൾ അതിന് വിടുന്നു. അല്ലെങ്കിൽ അത്രയും സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ചെറിയ തുകക്കൊക്കെ അവിടെ സീറ്റും കാര്യങ്ങളും കിട്ടും, അങ്ങോട്ട് വിടും. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു കുട്ടി മോശമായാൽ ആ കൂട്ടത്തിലുള്ള എല്ലാവർക്കും വല്ല ക്യാൻസർ പോലെയാണ് എല്ലാവർക്കും പകരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ കൊറോണ പോലെ. അത് എന്ത് ചെയ്യാനാണ്, ഈ ഒരു കാലഘട്ടം അത്ര അധികം മാറിപ്പോയി. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എടുത്ത വഴിക്ക് എന്താ ചെയ്യാന്ന് അറിയില്ല. ഒരു ചെറിയ കുട്ടിക്ക് 7 വയസ്സുള്ള ഒരു പയ്യന് മൊബൈൽ ഫോൺ കൊടുത്തില്ല, ഉമ്മ ഫോൺ വാങ്ങി വെച്ച് ഉമ്മ കിടന്നുറങ്ങിയിരുന്നു. ഇപ്പൊ ഗൾഫിൽ നിന്ന് പറഞ്ഞ നല്ല മൂർച്ചുള്ള കാത്തിരുത്ത് കഴുത്താൻ നടത്തും. എന്താ അവസ്ഥ? ഇതൊക്കെ റിയൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ചെറുപ്പം മുതലേ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് കുട്ടികൾ മാറുക. സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് കുട്ടികൾ കൃത്യമായി ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഇതിന്റെ പ്രധാന ലക്ഷ്യമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന പ്രവണത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 കഴിഞ്ഞാൽ പെട്ടെന്ന് കല്യാണം, 25-ന്റെ ഉള്ളിൽ ആണും പെണ്ണും കല്യാണം കഴിക്കും. ഈ രണ്ട് കൂട്ടർക്കും ഒന്നും പഠിപ്പിച്ചു കൊടുക്കാനുള്ള ബോധം ഉണ്ടാവില്ല. ഈ സമൂഹത്തെ കുറിച്ച് എന്ത് നടക്കുന്നെന്നോ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടോ ഒന്നും ഉണ്ടാവില്ല. അതിന് മുന്നേ തന്നെ അധികം കഴിയാതെ കുട്ടി പ്രസവിക്കും. പ്രസവിച്ച് അവർക്ക് കയ്യിലേക്ക് ഒരു കുട്ടി വരും. ആ കുട്ടി എന്ത് ചെയ്യണമെന്ന് പോലും അവർക്ക് അറിയുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ നമ്മളെ കാലം മാറിയതിനനുസരിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ വന്ന മാറ്റങ്ങളൊക്കെ എന്തായാലും അത്ര നല്ല മാറ്റങ്ങളൊന്നുമല്ല. പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവരൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യണ നല്ലതായിരിക്കും. കെയർ ചെയ്യുന്നതും ആ കാര്യങ്ങൾ ഗൗരവത്തോടെ എടുക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജസ്നാക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഒരു പബ്ലിക് പ്ലേസിന്റെ മുന്നിൽ ഇട്ട് കൊടുത്തത്. നമുക്ക് സ്വയം കരിവാരി തേക്കാനോ അല്ലെങ്കിൽ അപമാനപ്പെടുത്താനോ അല്ലെങ്കിൽ ആ കുട്ടിയെ മറു സൈഡിൽ ബാഡായിട്ട് ചിന്തിക്കാനോ ഒന്നുമല്ല. ആർക്കെങ്കിലും ഇതൊരു ഉപകാരപ്രദമായ വീഡിയോസ് ആവട്ടെ എന്നേ ഞാൻ ചിന്തിച്ചോളൂ. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഉമ്മ സ്വന്തം മക്കൾ ഇങ്ങനെയാണെന്ന് പറയില്ലല്ലോ. എന്റെ മുറിയിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് ആരെങ്കിലും പറയോ? മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്ന് ആരെങ്കിലും പറയില്ല, ആരും പറയില്ല. അപ്പൊ അതിലൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ സത്യം മനസ്സിലാക്കുക, സ്വന്തം മക്കളിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ഒന്ന് കേന്ദ്രീകരിക്കുക. നിങ്ങൾ എല്ലാവരും മൊബൈൽ ഫോണിന്റെ പിന്നിൽ ഇരിക്കുമ്പോൾ അതിന്റെ മറവിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. വീട്ടിലെല്ലാവരും മൊബൈൽ ഫോണാണ്. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക ചെയ്യുക, ആ വായോ ഷോറായി വാ തിന്നാൻ വന്നിരുന്ന് കഴിച്ചാൽ കഴിച്ചു, ഫോണിൽ കളിച്ചിരുന്ന് കഴിച്ചാൽ കഴിച്ചു. അതാണ് അവസ്ഥ. അപ്പൊ ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, വൃത്തികെട്ട രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത് എന്ത് ടെക്നോളജി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പൊ ഈ ഒരു ജനറേഷനിൽ ഒരു 50% നല്ലതുള്ളൂ, 50% നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത്തരം വൃത്തികെട്ട പ്രവണതകളുമാണ് എന്നുള്ളതാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പല ആളുകൾക്കും സംശയങ്ങൾ ഉണ്ടാവില്ലേ? ആ സംശയങ്ങളൊക്കെ തീർക്കാൻ ഇത്തരം വീഡിയോസ് നല്ലതാണ്. ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അളയുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി വരും. അതിലേക്ക് സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.